നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കല്ലിംഗ സംവാദത്തിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപമാനിച്ചെന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തൃശൂർ വരാന്തരപ്പള്ളിയിലെ 4 ബിജെപി പ്രവർത്തകരാണ് സുരേഷ് ഗോപിയുടെ സംവാദ പരിപാടിയിൽ പങ്കെടുത്തതിനു ശേഷം പിറ്റേ ദിവസം കോൺഗ്രസിൽ ചേർന്നത്. സുരേഷ് ഗോപിയോടുള്ള വിരോധമാണ് പാർട്ടി വിടാൻ കാരണമെന്നും കല്ലിംഗ സംവാദത്തിനിടെ ബിജെപി മന്ത്രി അപമാനിച്ചെന്നും പാർട്ടി വിട്ടവർ പറഞ്ഞു. വരന്തരപ്പിള്ളിയിലെ ബിജെപി പ്രവർത്തകരായിരുന്ന പ്രസാദ്, രാജശ്രീ, സുമേഷ്, ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ബിജെപി വിട്ടത്. ബിജെപി ഭരിക്കുന്ന വേലിപ്പാടം വാർഡ് അംഗങ്ങളായ സജീവ ബിജെപി പ്രവർത്തകരായിരുന്ന ഇവർ ഈ മാസം 18-ാം തീയതിയാണ് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ കല്ലിംഗ സംവാദം നടന്നത്. സംവാദ പരിപാടിയിൽ ആദ്യ അവസാനം വരെ പങ്കെടുത്ത ഇവർ പിറ്റേന്ന് കോൺഗ്രസിൽ ചേരുകയായിരുന്നു. മന്ത്രിയുടെ പെരുമാറ്റത്തിൽ താൽപര്യമില്ലായ്മ തോന്നിയതുകൊണ്ടാണ് പാർട്ടി വിട്ടത്. സുരേഷ് ഗോപിയുടെ പ്രജകളല്ല ഞങ്ങൾ. രാഹുൽ ഗാന്ധി സാധാരണക്കാരുടെ കടയിൽ പോയി ചായ കുടിക്കും. എന്നാൽ എല്ലാവരും പ്രജകളാണെന്ന് കരുതുന്ന സുരേഷ് ഗോപിക്ക് അത് പറ്റില്ല, പാർട്ടി വിട്ട പ്രസാദ് പറഞ്ഞു. ഈ മാസം 18-ാം തീയതിയാണ് സുരേഷ് ഗോപിയുടെ കല്ലിംഗ സദസ്സ് വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ വെച്ച് നടന്നത്. ബിജെപി ഭരിക്കുന്ന വാർഡ് ആണിത്. കല്ലിംഗ സംവാദത്തിൽ വാർഡിലെ കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ച് സംവാദത്തിൽ പ്രസാദ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നം ഇവിടെയല്ല പറയേണ്ടത് എന്നും തന്റെ മേഖലയിൽ വരുന്നതല്ല എന്നുമാണ് സുരേഷ് ഗോപി ഇതിനന്ന് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു എന്ന് പ്രസാദ് പിന്നീട് ആരോപിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 18-ാം തീയതി പ്രസാദിന്റേതെന്നടക്കം 3 കുടുംബങ്ങൾ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു. KPCC അംഗം നിഖിൽ ദാമോദറിൽ നിന്നാണ് ബിജെപിയുടെ സജീവ പ്രവർത്തകർ അടക്കമുള്ളവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. സുരേഷ് ഗോപിക്ക് വരുമാനം വേണം, അങ്ങനെ മാത്രമാണെങ്കിൽ MP ആയി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് മന്ത്രിയാകാൻ താല്പര്യമില്ല, പകരം സദാനന്ദനെ മന്ത്രിയാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് വാർത്തകളിലൂടെ അറിഞ്ഞത്. പിന്നെ എന്തിനാണ് മത്സരിച്ചത്? ഒരു മന്ത്രിക്ക് പല ഫണ്ടുകളുണ്ട്, ആ ഫണ്ട് പരമാവധി വിനിയോഗിച്ചാൽ തൃശൂർ ഗംഭീരമാകും. ഇനി കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാനാണ് തീരുമാനമെന്നാണ് പ്രസാദ് പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രജകളല്ല, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തോട് താല്പര്യമില്ല. സാധാരണക്കാരുടെ ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുമെന്നും എന്നാൽ മറ്റുള്ളവർ പ്രജകളാണെന്ന് കരുതുന്ന സുരേഷ് ഗോപിക്ക് സാധിക്കില്ലെന്നും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ വാർത്ത തള്ളി തൃശൂർ ബിജെപിയും രംഗത്ത് വന്നിട്ടുണ്ട്. കല്ലിംഗ സംവാദത്തിൽ പങ്കെടുത്ത ബിജെപി പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നുവെന്നത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തയാണെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്താനുള്ള കോൺഗ്രസ് നീക്കമാണെന്നും ബിജെപി കുറ്റപ്പെടുത്തുന്നു. വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് ഐ എന്ന പേജിൽ വന്ന കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് വ്യാജ വാർത്തയാണെന്ന് ബിജെപി ആരോപിക്കുന്നത്. വരന്തരപ്പള്ളി മണ്ഡലം കോൺഗ്രസ് ഐ എന്ന ഫേസ്ബുക്ക് പേജിൽ കോൺഗ്രസിൽ ചേർന്നവരുടെ ചിത്രങ്ങൾ സഹിതമായിരുന്നു കുറിപ്പ് വന്നത്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്നും സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട സ്നേഹിതർക്ക് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഇതിന് നേതൃത്വം നൽകിയ KPCC മെമ്പർ നിഖിൽ ദാമോദരനും മറ്റും നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും മണ്ഡലം കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഏതായാലും ഒരു വിഭാഗം ഇതിനെ എതിർക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ഇത്തരത്തിൽ മാറിയിട്ടുള്ള ആളുകളുടെ ചിത്രം സഹിതമാണ് ഇതൊരു പോസ്റ്റ് വന്നിട്ടുള്ളത്. കൃത്യമായിട്ട് തന്നെ 4 ആളുകളുടെ ചിത്രം സഹിതമാണ് ഇതിലേക്കുള്ള BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് ചേർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്.